മുമ്പ് ഞാൻ പ്രതികരിച്ചിരുന്ന വിഷയമാണെങ്കിലും ഇപ്പോഴും അത് മനസ്സിലൊരു ദുഃഖകരമായ സംഭവമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ ബിന്ദുവിൻ്റെ കേസ്, പാവപ്പെട്ട ഒരു പട്ടികജാതിക്കാരിയായ സഹോദരി, പേരൂർക്കടയ്ക്ക് അടുത്താണ് താമസം. പക്ഷേ പേരൂർക്കടയിലൊക്കെ വീട്ടുജോലികൾ ചെയ്ത് കഴിയുന്നതാണ്. ആ സഹോദരിക്ക് ദിവസക്കൂലി എന്ന് പറയുന്നത് 500 രൂപയാണ്. പക്ഷേ അത് താമസിക്കുന്ന വീട്ടിൽ നിന്നും അവിടെ പോകാൻ, അത് ഭാര്യയും ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബം. ഈ ഭർത്താവും ജോലിക്ക് പോവും, ഈ ബിന്ദു വീട്ടു ജോലിക്കും പോവും. അങ്ങനെയാണ് ആ കുടുംബം പുലർത്തി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ബിന്ദു വീട്ടിൽ നിന്ന് ജോലിക്ക് പേരൂർക്കട പോകാനായിട്ട് 45 രൂപ വണ്ടിക്കൂലി വേണം, ഒരു വൺ സൈഡ്. അപ്പോൾ തിരിച്ചു വരാനും 45 രൂപ, അങ്ങനെ 90 രൂപ അതിൽ നിന്ന് അങ്ങ് പോവും. ബാക്കി 410 രൂപയാണ് ഒരു ദിവസത്തെ ബിന്ദുവിൻ്റെ ഈ ജോലിക്കൂലി എന്ന് പറയുന്നത് കൈ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുടുംബം കലർന്നുകൊണ്ട് മക്കളുടെ പഠിത്തമൊക്കെ അതുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നു, കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഓമന ഡാനിയൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ, പേരൂർക്കടക്കാരി, അവരുടെ വീട്ടിൽ ബിന്ദു 3 ദിവസം ജോലിക്ക് പോയി കേട്ടോ. ഈ 3 ദിവസം ജോലിക്ക് പോയാൽ 1500 രൂപയാണ് ജോലിക്കൂലി കിട്ടുന്നത്. അപ്പോൾ ഈ 3-ാം ദിവസം ജോലിയും കഴിഞ്ഞ് ബിന്ദു വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവിടെ അല്ല, വേറൊരു വീട്ടിലാണ് ജോലിക്ക് പോയത്. ആ പോയിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വന്ന് പോലീസുകാർ എതിരേറ്റ് അങ്ങ് കൊണ്ടുപോയി ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക്, പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ ഓമന ദാനിയൽ അവിടെ ഉണ്ട്. ഓമനയുടെ മൂത്ത മകള് ഒരു നിഷ, 2ാമത്തെ മകൾ നിധിയാണിതില്ല കേട്ടോ. അപ്പോൾ ഇവർ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അവിടോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഓമന ഡാനിയലിൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുവന്നത്. ആദ്യം അവിടെ ഇവിടുത്തെ മാല എടുത്താൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് അരഞ്ഞു പറഞ്ഞു, ഞാൻ മാല എടുത്തിട്ടില്ല, ഒരു മാല എൻ്റെ കയ്യിലില്ല, ഞാൻ ആരുടെയും മാല എടുത്തിട്ട് ഞാൻ മോഷ്ടിക്കത്തില്ല. അപ്പോൾ ഇന്നുവരെ അതിൻ്റെ പേരിൽ, ബിന്ദുവിൻ്റെ പേരിൽ ഒരു കേസും ഉണ്ടായിട്ടില്ല. അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അത് ഈ ഓമന ഡാനിയലിൻ്റെ കാറിലാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ. കൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. കുറേ കഴിഞ്ഞതിന് ശേഷം ഈ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് ഈ പോലീസുകാർ, അത് അവിടെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഈ ഒരു സബ് ഇൻസ്പെക്ടറും അതേപോലെ തന്നെ അവിടെ ഒരു ഇൻചാർജ് റൈറ്ററും GD ഇൻചാർജ് ഒരു പോലീസുകാരനും, ഇവരാണ് ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്തത്. തെറി വിളിക്കുകയാണ്, ഒരുപാട് അശ്ലീലം ഈ ബിന്ദുവിനെ വിളിക്കുന്നുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, പാവപ്പെട്ട സ്ത്രീ, പ്രത്യേകിച്ച് പട്ടികജാതിക്കാരി. അപ്പോൾ പിന്നെ അവരുടെ ആർക്കും കുതിര കയറാൻ പറ്റും അവരുടെ മുകളിൽ. ആ കാഴ്ചപ്പാടാണല്ലോ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്ന് നാട്ടുകാർ മുഴുവൻ കാണുകയാണ്. വളരെ വലിയ ആക്ഷേപമാണ്. മോഷണം കേസിലെ പ്രതി എന്നുള്ള നിലയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ പരിശോധിച്ചു, ബിന്ദുവിൻ്റെ വീടൊക്കെ പരിശോധിച്ചു. അവിടെ നിന്ന് ഒന്നും കണ്ടു കിട്ടിയില്ല. തിരികെ വന്ന് പോലീസ് സ്റ്റേഷൻ, പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തി. അവിടെ രാത്രി മുഴുവൻ ഈ സ്ത്രീയെ അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ വീട്ടുകാർ അവരെന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ വന്നപ്പം അവരെ വിരട്ടി ഓടിച്ചു, ഈ മക്കളെയും ഭർത്താവിനെയും. അതെ, ഞങ്ങൾ കൊടുത്തോളാം, നീയൊക്കെ പൊക്കോളാൻ പറഞ്ഞു വിട്ടു. സമ്മതിച്ചില്ല. ബിന്ദുവിനൊന്ന് കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ അത് പതുക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എനിക്ക് ശാലം വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അവിടെ ഈ കക്കൂസിൽ ബക്കറ്റ് ഇരിപ്പുണ്ട്, അതിനകത്ത് പിടിച്ചു കുടിക്കാൻ പറഞ്ഞു വെള്ളം. കക്കൂസിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരുത്തൻ പറയുന്നതാണ്. ഇവരൊക്കെ മനുഷ്യനാണോ? ആദ്യം അത് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു ആരെങ്കിലും മനുഷ്യർ ഇതുപോലെ പറയുമോ? അവനും വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതല്ലേ. എന്നിട്ടാണോ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവനാണെങ്കിൽ, അല്ലെ അവന് ഭാര്യയുള്ളവനല്ലേ, ഇതുപോലെ ആരടുത്തെങ്കിലും ഒരു സ്ത്രീ എടുത്ത് പെരുമാറുമോ? അപ്പോൾ വെള്ളം കുടിച്ചില്ല. ബിന്ദു അവിടെ ഇരുന്നു. രാത്രി മുഴുവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തി. വളരെ തെറ്റായ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ അപ്പോൾ അവിടെ CI അവിടെ വന്നു. CI വന്നോടനെ അത് ബിന്ദുവിന് മനസ്സിലാവുന്നത് ഇവരെല്ലാം എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായി. അപ്പോൾ CI വന്നു.
അപ്പോൾ സി എ കാര്യം എന്താണെന്ന് ചോദിച്ചു. എല്ലാം ഉള്ള സത്യം പറഞ്ഞു. സാറേ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരി, അപ്പം നീ അതങ്ങ് കൊടുക്ക്, മാലയും കൊടുക്ക്, അതാ പറയുന്നത്. അയാൾ എന്തോ കണ്ടുകൊണ്ടായി പറയുന്നതെന്നറിയില്ല, മാലയും കൊടുക്കാൻ പറഞ്ഞു. എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ? അവസാനം എന്നിട്ട് പറയുക നേരത്തെ. അന്നേരം സി ഐ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഇവക്ക് 2 എണ്ണം പൊട്ടിച്ചാലേ അവൾ അതിങ്ങി തന്നോളൂ എന്ന്, അല്ലേ അതിൻ്റെ വിവരം പറഞ്ഞോളൂ എന്ന്. ഇതാണ് പറഞ്ഞിട്ട് പോകുന്നത്. ഏതായാലും പിന്നെയും അയാളങ്ങ് പോയി. അപ്പോൾ പോലീസുകാർക്ക് ഉത്സാഹമായി, കാരണം സി ഐ അവരോടൊപ്പമാണ്. എന്തുകൊണ്ടോ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു ബിന്ദുവിന് അടി കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അശ്ലീലം എന്ന് പറഞ്ഞാൽ കാറിനകത്തൊക്കെ വെച്ച് ഈ കൊണ്ടുപോകുന്നിടത്തൊക്കെ വെച്ച് അങ്ങ് ഒഴുത്ത തെറിയാണ് ഈ പോലീസുകാരെ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. ഒരു കുറ്റവും ചെയ്യാതാണ് ഈ കേൾക്കുന്നത്. അന്നേരം പിറ്റേന്ന് രാവിലെ ഓമന ഡാനിയൽ പോലീസ് സ്റ്റേഷൻ പ്രത്യക്ഷപ്പെട്ട് കുറേ കഴിഞ്ഞ് അതിന് ശേഷം പറഞ്ഞു, ഈ മാല കിട്ടിയെന്നൊന്നും ബിന്ദുവിൻ്റെ അടുത്ത് തന്നിരുമൊന്നും പറയുന്നില്ല. നേരെ പറഞ്ഞു, അത് ഈ നീ അപ്പം ഇത് സബ് ഇൻസ്പെക്ടറെ വിളിച്ച് വലിയ കാര്യമായിട്ട് പറയുകയാണ്. അത് നിനക്കേ നിൻ്റെ മക്കളുടെ ദുരിതവും ബന്ധപ്പാടും കണ്ടുകൊണ്ട് നിന്നെ വെറുതെ വിടുക കേട്ടോ. നീ പോക്കോ, വീട്ടിൽ പോക്കോ. അപ്പോൾ ജി ഡി ഇൻചാർജിൻ്റെ ഒരു താക്കീത്, മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത് എന്ന് പറഞ്ഞാൽ കണ്ടുപോരുന്ന്. പേരുക്കട അവൻ്റെ സ്വന്തമാണ്, പേരുക്കട കേട്ടോ, അല്ലെ കവടിയാറ്, അവിടെ അങ്ങ് കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ വിടുകയാണ്. പിന്നെ അത് അന്നേരം പിന്നെ അറിയുന്നത്, അപ്പോൾ ഈ മാല കണ്ടു കിട്ടിയെന്നും അത് ഈ ഓമന ദാനിയലിൻ്റെ വീട്ടിൽ നിന്നാണെന്നും മനസ്സിലായി. പക്ഷേ പോലീസിൻ്റെ ഭാഷ എന്താണെന്നറിയോ? ഓമന ദാനിയലിൻ്റെ വീട്ടിനടുത്തുള്ള ചവറുകൂനയിൽ നിന്നും മാല കിട്ടി എന്ന് പറഞ്ഞാൽ അത് പോലീസ് പറഞ്ഞു കൊടുത്തു ഓമന ദാനിയലിന് ഇങ്ങനെ പറയണമെന്ന്. അത് ഓമന ദാനിയലും മക്കളും ഉടനെ പോലീസ് വന്നപ്പോൾ ഈ ചവറുകൂന കാണിച്ചു കൊടുക്കുന്നു, മാല കിട്ടിയ സ്ഥലം. കാര്യം എന്താ? ഈ പാവപ്പെട്ട ഈ സഹോദരി, അതായത് ബിന്ദു, മാല ഈ മോഷിച്ചിട്ട് അത് ഈ ചവറുകൂനെ കൊണ്ട് വേടിച്ചെന്ന് കേട്ടോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ മതിയല്ലോ. സംഭവം ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്നറിയാമോ? ആ ഓമന ദാനിയലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ആ സ്ത്രീ ഈ മാല എവിടെ വെച്ച് മറന്നുപോയി. ഇതാണ് കാര്യം. എന്നിട്ടാണ് അവൾ ഇതേപോലുള്ള വൃത്തികേട് ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത്, ഈ സഹോദരിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിന് മക്കളും കൂടെ കൂട്ടു നിൽക്കുകയാണ്. മക്കളും ഈ ഓമന ദാനിയലും കൊണ്ടുപോയി കാണിക്കുകയാണ് ചവറുകൂന. ഇല്ലാ കഥ. അവസാനം ബിന്ദു മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തു. ഇത് രണ്ടാമത് അന്വേഷിക്കണം എന്ന് ഉള്ള ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷൻ ഇട്ടു. മനുഷ്യാവകാശ കമ്മീഷനിൽ ബിന്ദു പരാതി കൊടുത്തിരുന്നു. അങ്ങനെ രണ്ടാമത് അന്വേഷിക്കാൻ, അതായത് ആ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന്. അങ്ങനെ അന്വേഷണ ചുമതല വിദ്യാധരൻ എന്ന് പറയുന്ന DYSP, പത്തനംതിട്ടക്കാരനാണ്, പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുന്ന DYSP. അദ്ദേഹത്തിന് ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരൻ പത്തനംതിട്ട, അദ്ദേഹത്തിന് ഈ അന്വേഷണ ചുമതല കൈമാറി. അന്വേഷിച്ച് ചോദ്യം ചെയ്തു ഓമന ഡാനിയലിനെയും മക്കളെയും. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കിളി പറയുന്ന പോലെ പറഞ്ഞു. അതായത് ആ വീട്ടിൽ മെത്തയ്ക്ക് അടിയുന്നോ, ആ മെത്ത ഈ ഓമന ദാനിയൽ കിടക്കുന്ന മെത്തയുടെ അടിയുന്നോ, അവരുടെ തലേണ ഉറയ്ക്ക ഉള്ളിലോ കിട്ടിയതാണ്, അവിടുന്നോ കിട്ടിയതാണ് ഈ മാല. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയുണ്ട്. ഈ ഓമന ദാനിയലിനെയും ഈ മക്കളെയും ഇതുപോലെ ഈ ബിന്ദുവിനെ കള്ളക്കേസിൽ പ്രതിയാക്കിയതിനും ആക്കിച്ചതിനും, അതുപോലെ തന്നെ പോലീസുകാർ ഈ ബിന്ദുവിനെ ഹരാസ് ചെയ്തതിനും, ആ പോലീസും കൂടെ ചേർന്നുകൊണ്ട് ഈ കള്ളക്കഥ മെനഞ്ഞത്. കള്ളക്കഥ എന്ന് പറഞ്ഞാൽ ചവറുകുനയിൽ നിന്ന് എടുത്താണ്. വീണ്ടും ഈ ബിന്ദുവിൻ്റെ മേളിലൊരു സംശയം കിടക്കണമല്ലോ ആൾക്ക്. കള്ളക്കഥ ചമച്ചതിനും എതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്നും റിപ്പോർട്ട് ചെയ്തു. വിദ്യാധരൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കിട്ടിയതാണ്. അത് ബിന്ദുവിനെ വായിച്ച് കേൾപ്പിച്ചാണ് ബിന്ദു ഇത് മനസ്സിലാക്കുന്നത്. ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്നിട്ട് ഇപ്പോൾ ബിന്ദു കഴിഞ്ഞ 3-4 മാസമായിട്ട് ഈ സംഭവത്തെ തുടർന്ന് ജോലിക്ക് പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ആരും ബിന്ദുവിനെ വീട്ടിൽ ജോലിക്ക് വിളിക്കത്തില്ല. ഇത് കള്ളിയാണ്, മാലക്കള്ളിയാണ് എന്നൊരു പേരല്ലേ, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പേരല്ലേ ഈ വന്നേക്കുന്നത്. അതുകൊണ്ട് പോകുന്നില്ല. അതിൻ്റെ ഉപജീവനം മുടങ്ങി.
ആ കുടുംബത്തിൻ്റെ പകുതി വരുമാനം നിലച്ചു എന്ന് കരുതിയാൽ മതിയല്ലോ. നമുക്ക് മനസ്സിലാക്കണ്ടേ ഇങ്ങനെ സംഭവിക്കുക? എന്ത് കണ്ണിൽ ചോരയില്ലാത്ത പണികളാണ് ഈ പല പോലീസുകാരും കാണിക്കുന്നത്. ഇവനെയൊന്നും സർവീസ് വെച്ചുകൊണ്ടിരിക്കരുത്. അത് മാത്രമല്ല, ഇതൊന്നും അന്വേഷിക്കാതെ ആ ഓമന ദാനിയലിൻ്റെ വീടൊന്ന് പരിശോധിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ പോലീസുകാർ മോഷണം പോയി എന്ന് പറയുമ്പോൾ അവർ കിടക്കുന്ന സ്ഥലവും ഇതെല്ലാം ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ മാല എവിടുന്ന് കിട്ടിയേനെ. ഈ പാവപ്പെട്ട ഈ സഹോദരി ഒരു ദിവസം മുഴുവൻ, രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷൻ കഴിയേണ്ടതായിട്ട് വരുമോ? ഈ കള്ളി എന്നുള്ള, മാലക്കള്ളി എന്നുള്ള പേരതിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമായിരുന്നോ? ഒന്നുമില്ലല്ലോ. അതിന് പകരം ഒന്നും അന്വേഷിക്കാതെ ഒരുത്തിയുടെ വാക്കും കേട്ടുകൊണ്ട് അത് എന്ത് കണ്ണിച്ചോരയില്ലാത്തവരാണ് ഒരു സ്ത്രീ. ആ ഓമന ദാനിയൽ എന്ന് പറയുന്ന ആ സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇതുപോലെ അതിന് ജോലിക്ക് വന്നതല്ലേ, വീട്ടു ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ഒരു സ്ത്രീ, അവരെയാണ് ഈ ശല്യം ചെയ്തത്. ഇതിന് പേരിൽ കർശനമായ നടപടി വേണം. കാരണം കള്ളക്കേസിൽ കുരുക്കുന്നത് വലിയൊരു ഒഫൻസാണ്. അത് ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസിൽ കള്ളക്കേസിൽ കുടുക്കിയാൽ അതിനുള്ള ഒഫൻസുണ്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ. ഇത് അന്നായിരിക്കാണോ ആ സംഭവത്തിൻ്റെ ദിവസം ഞാൻ മറന്നുപോയി. അതല്ലെങ്കിൽ BNS-ലായാലും ഈ ശിക്ഷയുണ്ട്. ഇത് കുറ്റകരമാണ്. ഇതിനെതിരെ പോലീസുകാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണം. അതാണ് വേണ്ടത്. എവനെയൊന്നും സർവീസ് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഒരന്വേഷണം നടത്തും എന്തെങ്കിലും കഴിവുള്ളവന്മാരാണോ അവന്മാർ മാത്രമോ? അപ്പോൾ ആ നേരത്ത് ഇത് വെറുതെ അങ്ങ് വിട്ടു. നീ അങ്ങ് പൊക്കോ, നീ പൊക്കോ. എന്നിട്ട് മേലാൽ മര്യാദയ്ക്ക് ജീവിക്കണം. മര്യാദ കേട്ടാണോ ജീവിക്കുന്നത്? ഈ ഓമന ദാനിയൽ എന്ന് പറയുന്നവളും പറഞ്ഞെന്ന് ഇതുപോലെ കേട്ടോ, ഇനിയെങ്കിലും ജോലി എടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് 2000 രൂപ കൊടുത്തു. 1500 രൂപ കൊടുക്കാനുള്ളൂ. 500 രൂപ ഈ കള്ളക്കേസിൽ ചേർത്തതിൻ്റെ പ്രതിഫലം. ഈ പാവപ്പെട്ട സ്ത്രീക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് വാങ്ങിയതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ആ സ്ത്രീയെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. സർക്കാർ എൻ്റെ ബാധ്യതയാണ് ഈ പാവപ്പെട്ട സഹോദരിക്ക് ജോലി കൊടുക്കേണ്ടത്. അതിന് വീട്ടുജോലി അറിയാവുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ആ ലാസ്റ്റ് ഗ്രേഡായിട്ട് ഉള്ള ഒരു ജോലി ഗവൺമെൻറ് കൊടുക്കണം ഈ സ്ത്രീക്ക്. കാരണം അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ല. അവരെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അതിൻ്റെ കാരണം അവരെ സമൂഹ മധ്യത്തിൽ അവരെ കള്ളിയാക്കിയതാണ്. ആര്? നിങ്ങളുടെ പോലീസും അതുപോലെ തന്നെ ഈ ഓമന ദാനിയലും കുടുംബവും. അത് വലിയ നഷ്ടപരിഹാരത്തിന് യഥാർത്ഥത്തിൽ ഈ ഓമന ദാനിയലിൻ്റെയും മക്കളുടെയും പേർക്ക് കേസ് കൊടുക്കേണ്ടതാണ്. പോലീസിനെതിരെയും സ്റ്റേറ്റിനെതിരെയും കേസ് കൊടുത്ത് മലീഷ്യസ് പ്രോസിക്യൂഷൻ, അതിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കൊടുക്കണം. അവിടെ പ്രോസിക്യൂട്ട് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കള്ളക്കേസ് പെടുത്തി മാനഹാനി, അതിന് വലിയ നഷ്ടം. അതുകൊണ്ട് മലീഷ്യസ് പ്രോസിക്യൂഷൻ വരുന്നില്ലെങ്കിൽ പോലും വളരെ ഡിഫമേറ്ററി അല്ല ഇത്. അതിന് കേസ് കൊടുക്കണം. വലിയ തുക ആവശ്യപ്പെട്ട് കേസ് കൊടുക്കണം. ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു താജുദ്ദീൻ, ഒന്നും അറിയാത്ത ഒരാൾ, അയാൾ മാല പൊട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അയാളെ 22 ദിവസം ജയിലിൽ ഇട്ടിരുന്നതാണ്. തെളിവ് കിട്ടിയിട്ടും അയാളല്ല, വേറെ അതിലെ ഒറിജിനൽ മാല പൊട്ടിച്ചവനെ കോഴിക്കോട്ട് നിന്ന് പിടിച്ചെങ്കിലും അതറിഞ്ഞിട്ട് പോലും ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതെന്തോന്നറിയാം, ഇയാൾ സ്ഥിരം മാല പൊട്ടിക്കൽ കേസുകളിലെ പെടുന്നവനാണെന്ന്. മനസ്സറിയാത്ത കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബാറ്ററി മോഷണം, ഞാനത് ഒരിക്കൽ പറഞ്ഞതാണ്. ബാറ്ററി മോഷണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന ഒരു പഴയ ബാറ്ററി, 10 വർഷം പഴക്കമുള്ള ഒരു ബാറ്ററി ഒരാൾ ഒരു കടയിൽ കൊണ്ട് വിറ്റു. അപ്പോൾ അവിടുത്തെ എങ്ങോട്ട് ഒരു പൂക്കടയിൽ നിന്നൊരു ബാറ്ററി മോഷണം പോയി. അത് 2 വർഷം പഴക്കമുള്ള ഒരു ബാറ്ററിയാണ്. ആ ബാറ്ററി മോഷണം പോയതിന് CCTV നോക്കിയപ്പോൾ ഇയാൾ, അതായത് അയാൾ ഒരു ബാറ്ററി കടയിൽ കൊണ്ട് കൊടുക്കുന്നു. ബാറ്ററി കടയിൽ ചെന്നു. അപ്പം നേരെ ഇയാളെ വന്ന് പോലീസ് പിടിക്കുന്നു. ബാറ്ററി വിറ്റിട്ടുണ്ടോ? വിറ്റു. എവിടാ വിറ്റേ? അത് ഇന്ന കടയിലാണ്. കാണിച്ചു തരാൻ പറഞ്ഞ് അവിടെ പോയി. ശരി, ബാറ്ററി വിറ്റതിന് ഇയാളെ പിടിച്ച് കേസാക്കി ഇയാളുടെ പേരിൽ. അവസാനം പരിശോധിച്ചപ്പോൾ എന്താണ്? 10 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ് ഇയാൾ കൊണ്ട് വിറ്റ്. അയാളുടെ വീട്ടിൽ നിന്നാണ് അയാൾ ആവുന്നതെന്നും പറഞ്ഞു. അതൊന്നും കേൾക്കാൻ തയ്യാറല്ല കേട്ടോ. അയാളെ ഉപദ്രവിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പോലീസാണ് നമ്മുടെ പോലീസ്. എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ ദുര്യോഗം എന്നല്ലാതെ എന്താ പറയുന്നത്? ഈ കള്ളക്കേസിൽ പെടുത്തിയവർക്കെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ മാനഹാനി എന്ന് പറയുന്നത് എന്ത് വിഷമമാണ്. ഈ ബിന്ദു അനുഭവിച്ച വേദന ഇവർക്ക് മനസ്സിലാവൂ. ഇവനെയൊക്കെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കണം. കാരണം ഇതിന് കൊള്ളുകയില്ല, ഈ പണിക്ക് കൊള്ളത്തില്ല. അത് മാത്രമല്ല, ഇതുപോലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇതേപോലെ ഹരാസ് ചെയ്യുന്നതിന്.
ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് ഇതിനകത്തുണ്ട്. അതും കൂടെ ചേർത്ത് വേണം കൊടുക്കാൻ. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. ഈ ഓമന ദാനിയലിൻ്റെയും മക്കളെയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസുകാരെയും ഇത്രയും പേരെയും ഇതിനകത്ത് പ്രതി ചേർത്ത് കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്.